ഹായ് ഓൾ. അപ്പോൾ ദാ നമ്മുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ തവണയും 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റിപ്പോർട്ടഡ് സ്പീച്ച്. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മളെ വല്ലാണ്ട് കൺഫ്യൂസ് ആക്കും അല്ലേ? അപ്പോൾ അത് എന്താണ് എന്ന് മനസ്സിലായാൽ തീരാവുന്ന കൺഫ്യൂഷനേ ഉള്ളൂ. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ സ്പീച്ചിനെ നമ്മൾ എന്ത് ചെയ്യാണ്? വേറൊരു സ്ഥലത്ത് പോയിട്ട് റിപ്പോർട്ട് ചെയ്യാണ് അല്ലേ? അവൻ അങ്ങനെ പറഞ്ഞു എന്ന് നമ്മൾ പറയാണ്. അപ്പോൾ ഈ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നതിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്? ഡയറക്റ്റ് സ്പീച്ച് അവൻ പറഞ്ഞു ഐ എം ഹാപ്പി. ഓക്കെ, വാട്ട് ഡിഡ് ഹി സേ? ഹി സെഡ് ഐ എം ഹാപ്പി എന്ന് പറഞ്ഞു. ഓക്കെ, ഇതേ സമയം നിങ്ങൾ ഇവിടെ നോക്കുക, ഇൻഡയറക്റ്റ് ആയപ്പോൾ നമ്മൾ അത് വേറൊരാളോട് പറയാം. ഹി സെഡ് ഹി വാസ് ഹാപ്പി അല്ലേ? അവൻ ഹാപ്പി ആയിരുന്നു എന്ന് അവൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഡയറക്റ്റ് സ്പീച്ച്. ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ. ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഇവൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് പോയി റിപ്പോർട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത് ഹി സെഡ് ഐ എം ഹാപ്പി എന്നുള്ള എന്താണ്? ഒരു ഡയറക്റ്റ് സ്പീച്ചാണ്, നമുക്കറിയാം. ഇനി അതിലെ ഈ സെഡ് എന്നുള്ള വാക്ക് അല്ലെങ്കിൽ സെഡ് എന്നുള്ള വേർഡ് എന്താണ്? അതിനെയാണ് നമ്മൾ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയാം. ഓക്കെ, ഹി സെഡ് ഐ എം ഹാപ്പി. ഈ സെഡിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? ഇത് പാസ്റ്റിൽ സംഭവിച്ചാണ് അല്ലേ? ഹി വിൽ സേന്നോ ഹി സേസ് എന്നൊന്നും അല്ലല്ലോ പറയുന്നത്. ഹി സെഡ് എന്നാണ് പറഞ്ഞത്, അവൻ പറഞ്ഞു. ഓക്കെ, കഴിഞ്ഞ കാര്യമാണ്. അപ്പം നമ്മളത് എങ്ങനെ പറയും? ഇതിനെ നമ്മൾ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയും. അപ്പോൾ ത്രൂ ഔട്ട് നിങ്ങൾക്ക് ഈ റിപ്പോർട്ടിംഗ് വേർബ് ബേസ് ചെയ്തിട്ടാണ് റിപ്പോർട്ടഡ് സ്പീച്ച് ഫുൾ ചെയ്യേണ്ടത്. അപ്പോൾ റിപ്പോർട്ടിംഗ് വേർബ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിപ്പോർട്ടിംഗ് വേർബിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് കുറച്ച് വ്യത്യാസം വരും. അതിപ്പോൾ സേ ആണെങ്കിൽ സേ തന്നെ ആവും, സെയ്സ് ആണെങ്കിലോ സെയ്സ് തന്നെ ആയിരിക്കും, പക്ഷേ സേ ടു ആണ്. ഓക്കെ, യു സേ ടു എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? ടെല്ലാവും. അപ്പോൾ ടു വരുമ്പോൾ ട് സൗണ്ടിലേക്ക് തന്നെ മാറും അല്ലേ? സെയ്സ് ടു ടെൽസ്. സെഡ് സെഡ് തന്നെ, സെഡ് ടു എന്താവും? അപ്പോൾ പാസ്റ്റിൽ ടോൾഡ് ആവും. യെസ്, ടോൾഡ് ആവും. വിൽ സേ തന്നെ, വിൽ സേ ടു എന്തായിരിക്കും? വിൽ ടെൽ ആവും. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇത് സിമ്പിൾ അല്ലേ? ഓക്കെ, ടു വന്നു കഴിയുമ്പോൾ അത് ടെല്ലിൻ്റെ ഫോമിലേക്ക് മാറും. ഇനി വേറെ വരുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിയർ ദർ ആവും, ദിസ് ദാറ്റ് ആവും, ദീസ് ദോസ് ആവും, നൗ എന്താവും? ദെൻ ആവും, thus സോ ആവും, ഹെൻസ് തെൻസ് ആവും, എഗോ ബിഫോർ ആവും, ടുഡേ ദാറ്റ് ഡേ ആവും, ടുമോറോ നെക്സ്റ്റ് ഡേ ആവും, യെസ്റ്റർഡേ ദ ഡേ ബിഫോർ അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ആവും, ആൻഡ് ലാസ്റ്റ് നൈറ്റ് ദ പ്രീവിയസ് നൈറ്റ് ആവും. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടി പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. എനിവേ, അപ്പോൾ ഈ റിപ്പോർട്ടിംഗ് വേർബിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ? നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബ് ഇപ്പോൾ പ്രസൻറ്റിലോ ഫ്യൂച്ചറിലോ ആണെങ്കിൽ നമുക്ക് ഒട്ടും ടെൻഷൻ അടിക്കാനില്ല. അതെന്തായിരിക്കും? വലിയ വ്യത്യാസങ്ങളൊന്നും നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ വരാൻ പോകുന്നില്ല. പക്ഷെ നമുക്ക് എപ്പോഴും പാസ്റ്റിലാണ് ചോദിക്കുക. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ പ്രസൻറ്റും ഫ്യൂച്ചറും ഒക്കെ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഹി സേസ് ഐ എം സിക്ക്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഹി സേസ് അല്ലേ? സേസ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? പ്രസൻറ്റിലല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് പ്രസൻറ്റിലാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റും? ഹി സേസ് നമ്മൾ അതേപോലെ എഴുതും, എന്നിട്ട് ദാറ്റ് കൊടുക്കും അല്ലേ? ഐ ആം സിക്ക് എന്ന് പറഞ്ഞാൽ ഞാനല്ലേ സിക്ക്, പക്ഷെ അവനല്ലേ എന്നോട് പറഞ്ഞത് അവൻ സിക്കാണെന്ന്. അപ്പം ഞാൻ പറയും ഹി സേസ് ദാറ്റ് ഹി ഈസ് സിക്ക്. ഓക്കെ, ടെൻസ് ഞാൻ മാറ്റിയതേ ഇല്ല, ടെൻസ് സെയിം ആയിട്ട് തന്നെ വെച്ചു. ഇനി ഹി സേസ് ടു മീ ഐ ആം സിക്ക്. അഗെയിൻ നിങ്ങൾ നോക്കുക, സേസ് പ്രസൻ്റ് ആണല്ലേ? അപ്പോൾ ഹി. ഇനി സേസ് ടു നമ്മൾ എങ്ങനെ മാറ്റും എന്നാണ് പറഞ്ഞത്? ഹി ടെൽസ് അല്ലേ? ഹി ടെൽസ് മീ ദാറ്റ് ഹി ഈസ് സിക്ക്. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. ഹി വിൽ സേ ഐ എം സിക്ക്. അപ്പോൾ വിൽ സേ എന്താണ്? ഫ്യൂച്ചർ ആണ്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ എഴുതും? ഹി വിൽ സേ ദാറ്റ് ഹി ഈസ് സിക്ക്. ഓക്കെ, ഇനി അവൻ എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോഴോ, എന്നോട് പറയും എന്ന് പറയുമ്പോഴോ, ഹി വിൽ ടെൽ മീ ദാറ്റ് ഹി ഈസ് സിക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രസൻറ്റും ഫ്യൂച്ചറും സെറ്റ് ആയല്ലോ. ഇനി നമുക്ക് വരാൻ പോകുന്നൊരു സംഭവമാണ് ഈ റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റിലാണെങ്കിൽ എന്ത് ചെയ്യും? ഓക്കെ, പ്രസൻറ്റും ഫ്യൂച്ചറൊക്കെ ഓക്കെ, പാസ്റ്റിലാണെങ്കിലോ? ഇപ്പോൾ നോക്കുക, രാഹുൽ സെഡ്
എന്നാണ് പറയുന്നത്, അതായത് പാസ്റ്റിലാണ്. പക്ഷെ ആ പാസ്റ്റിൽ തന്നെ ഈ പറയുന്നത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ലൈക്ക് സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ് എന്ന് പറയാണ്, അല്ലെങ്കിൽ ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി എന്ന് പറയാണ്, ഒരു പ്രോവേർബ് പറയാണ്, കുറച്ച് ഫാക്റ്റ് പറയുകയാണെങ്കിലൊക്കെ അതെങ്ങനെയായിരിക്കും? അതേപോലെ തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത്. രാഹുൽ സെഡ് ടു മീ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അപ്പം ഞാൻ പറയും രാഹുൽ സെഡ് ടു ആണെങ്കിൽ എന്താ? ടോൾഡ്. യെസ്, രാഹുൽ ടോൾഡ് മീ ദാറ്റ്. ബാക്കി ഇത് ഇതേപോലെ എഴുതിയെടുക്കുക. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഓക്കെ. മോഹിത് സെഡ് ദാറ്റ് ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. യെസ്. അപ്പം അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ആൻസേഴ്സ് എഴുതുക. ഇനി ടെൻസിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഭയങ്കര സിമ്പിളാണ്. സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ് ആവും, പ്രസൻറ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആവും, പ്രസൻറ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആവും, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവും. അതായത് പ്രസൻറ്റിലുള്ളതെല്ലാം മൊത്തത്തിൽ പാസ്റ്റിൻ്റെ സെയിം ഫോമിലേക്ക് മാറും. അപ്പോൾ പാസ്റ്റ് ആണെങ്കിലോ, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആവും, പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഓൾറെഡി സിമ്പിൾ പെർഫെക്റ്റ് ആയല്ലോ, അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവും. ബാക്കിയൊക്കെ അതേപോലെ തന്നെ സെയിം. ഓക്കെ. പാസ്റ്റ് പെർഫെക്റ്റ് തന്നെ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് തന്നെ. ഓക്കെ. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. രാധ സെഡ് ഐ വോണ്ട് ടു ക്രൈ. ഓക്കെ. അപ്പം നിങ്ങൾ നോക്കുക, ഇത് പാസ്റ്റിലാണ്. അപ്പം നമുക്കറിയാം പാസ്റ്റ് ആകുമ്പോൾ ടെൻസിന് വ്യത്യാസം വരും അല്ലേ? ഐ വോണ്ട് ടു ക്രൈ ഏതാണ്? സിമ്പിൾ പ്രസൻ്റ് ആണ്, സിമ്പിൾ പ്രസൻ്റ് ആണ്. അപ്പം നമ്മൾ എന്ത് പറയും? രാധ സെഡ് ദാറ്റ് ഷീ. അപ്പോൾ ഈ വോണ്ട് എന്നുള്ളത് സിമ്പിൾ പ്രസൻറ്റ് എന്താവും? സിമ്പിൾ പാസ്റ്റ് ആവും. ഷീ വോണ്ടഡ് ടു ക്രൈ. ഓക്കെ. ഇനി അടുത്തത് രാധ സെഡ് ഐ എം റൈറ്റിംഗ് എ ലെറ്റർ. അങ്ങനെയാണെങ്കിലോ ഞാൻ പറയും രാധ സെഡ് ദാറ്റ് ഷീ ഐ ആം എന്നാ പറയുന്നത്. അപ്പോൾ ഐ ആരായി? അവളായല്ലോ അല്ലേ? അപ്പോൾ ഷീ വാസ് റൈറ്റിംഗ് എ ലെറ്റർ. എന്തുകൊണ്ടാണ് വാസ് ആയത്? നമ്മൾ പാസ്റ്റിലേക്ക് മാറ്റി. ഷീ വാസ് റൈറ്റിംഗ് എ ലെറ്റർ. ഓക്കെ. ഇനി അടുത്തത് രാധ സെഡ് ദാറ്റ് ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ. അപ്പം നമ്മൾ എന്ത് പറയും? രാധ സെഡ് ദാറ്റ് ഷീ ഹാവ് റിട്ടൺ എന്താവും? ഹാഡ് റിട്ടൺ ആവും അല്ലേ? ഷീ ഹാഡ് റിട്ടൺ എ ലെറ്റർ. ഓക്കെ. അടുത്തത് രാധ സെഡ് ദാറ്റ് ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ അല്ലേ? അപ്പോൾ അതെന്താവും? ഷീ ഹാഡ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഓക്കെ. റൈറ്റിംഗ് എ ലെറ്റർ. ഓക്കെ. അപ്പം അത് ക്ലിയർ അല്ലേ? പ്രസൻറ്റിൻ്റെ എല്ലാ ഫോമും അതിൻ്റെ കൂടെയുള്ള പാസ്റ്റിൻ്റെ ഫോമിലേക്ക് മാറും. ഇനി ഇതെല്ലാം പാസ്റ്റാണ് വരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക, ഇത് പാസ്റ്റാണ്. രാധ സെഡ് ഐ വോണ്ടഡ് ടു ക്രൈ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതെന്താവും? സിമ്പിൾ പാസ്റ്റ് എന്താവും എന്നാണ് പറഞ്ഞത്? പാസ്റ്റ് പെർഫെക്റ്റ് ആവും. അപ്പം നമ്മൾ നോക്കുക, രാധ സെഡ് ദാറ്റ് ഷീ ഹാഡ് wanted to cry. ഓക്കെ, പെർഫെക്റ്റ് ഫോമിലേക്ക് മാറ്റി. രാധ സെഡ് ദാറ്റ് ഷീ ഹാഡ് wanted to cry. ഇനി രാധ സെഡ് ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവും. അപ്പോൾ രാധ സെഡ് ദാറ്റ് ഷീ ഹാഡ് ബീൻ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ എന്ത് വരും? ഹാഡ് ബീൻ വരും അല്ലേ? ഷീ ഹാഡ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഇനി ഏതാ അടുത്തതാണ് രാധ സെഡ് ഐ ഹാഡ് റിട്ടൺ എ ലെറ്റർ. അപ്പം അതെന്താ? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്തായിട്ട് തന്നെ നിൽക്കും? പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും. രാധ സെഡ് ദാറ്റ് ഷീ ഹാഡ് റിട്ടൺ എ ലെറ്റർ. ഓക്കെ. ഇനി അതല്ല പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ നോക്കാം. രാധ സെഡ് ദാറ്റ് ഷീ ഹാഡ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ ആണ്. ഓക്കെ. If the tense of the reporting verb is in past and reported speech is in future, then will and shall become would.
ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പാസ്റ്റ് ആണ്. ഇത് ഫ്യൂച്ചർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ഓക്കെ, വളരെ സിമ്പിളാണ്. രാഹുൽ സെഡ് ടു മീ നമ്മൾ പറയും രാഹുൽ ടോൾഡ് മീ ദാറ്റ് ഹീ വുഡ്. ഈ വില്ല് നമ്മൾ എന്താക്കും? വുഡ് ആക്കും. ഹീ വുഡ് ഡു ഇറ്റ്. ഓക്കെ, മോഹിത് സെഡ് ദാറ്റ് ഹീ വുഡ് ബി വെയിറ്റിംഗ് ഫോർ യു. അപ്പം എന്നോടാണല്ലോ മോഹിത് പറയുന്നത് ദാറ്റ് ഐ വിൽ ബി വെയിറ്റിംഗ് ഫോർ യു എന്ന്. അപ്പം ആ യു ആരാ? ഞാനല്ലേ. അപ്പം ഹി വുഡ് ബി വെയിറ്റിംഗ് ഫോർ മീ. ഓക്കെ, ഡേവിഡ് സെഡ് ടു മീ. അപ്പം നമ്മൾ എന്ത് പറയും? ഡേവിഡ് ടോൾഡ് മീ ദാറ്റ് ഈ ഐ ഹി ആവും അല്ലേ. ഹി വുഡ് ഹാവ് സ്പോക്കൺ ദ ട്രൂത്ത്. ഓക്കെ, ക്ലിയർ അല്ലേ? സിമ്പിളാണ്. നമുക്ക് ടെൻസ് മനസ്സിലായി കഴിഞ്ഞാൽ റിപ്പോർട്ടഡ് സ്പീച്ച് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇതാ കുറച്ച് എക്സാമ്പിൾസ് കഴിഞ്ഞു. ഇനി നമുക്ക് എക്സാമിന് എങ്ങനെയാണ് വരിക? ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരിക അല്ലേ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് നമുക്ക് രണ്ട് രീതിയിൽ ചോദിക്കാം. വാട്ട് ഡു യു വാണ്ട് എന്ന് ചോദിക്കാം അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ്? WH ക്വസ്റ്റ്യൻസ് വെച്ചിട്ടും ചോദിക്കാം. ഹൗ ആർ യു, അല്ലെങ്കിൽ ക്യാൻ യു ഡു ഇറ്റ്. ഹൗ ആർ യു അവിടെ നിൽക്കട്ടെ, ക്യാൻ യു ഡു ഇറ്റ് എന്നൊക്കെ ചോദിക്കാം അല്ലേ. അപ്പോൾ ഈ ക്യാൻ യു ഡു ഇറ്റ്, അപ്പോൾ ആ ക്യാനൊക്കെ എന്താണ്? ഹെൽപ്പിംഗ് വേർബ് ആണ്. അപ്പോൾ ഒന്നുകിൽ WHൽ വാട്ട്, വേർ, വെൻ, ഹൗ ഒക്കെ വരും. അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്സിൽ ക്യാൻ, കുഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പോൾ WH ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ ഈ ദാറ്റിന് പകരം WH ക്വസ്റ്റ്യൻസ് വെച്ച് കണക്ട് ചെയ്യും. അതേസമയം ഹെൽപ്പിംഗ് വേർബ്സ് ആണെങ്കിൽ ഇപ്പോൾ ക്യാനോ കുഡോ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമ്മൾ ഇഫ് ഓർ വെദർ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട, നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഐ സെഡ് ടു ഹർ വെൻ ഡു യു ഈറ്റ് അല്ലേ. അപ്പം ഞാനിതാ ഐ സെഡ് ടു ഹർ എന്നുള്ളത് എന്താക്കും? ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചല്ലേ, അപ്പം ഞാൻ പറയും ഐ ആസ്ക്ഡ് ഹർ. ഓക്കെ, ഇനി വെൻ ഡു യു ഈറ്റ്, അപ്പോൾ നമ്മൾ വെൻ അതേപോലെ എഴുതിയിടും. ആസ്റ്റർ ദാറ്റിൻ്റെ പകരം നമ്മൾ എന്ത് എഴുതും? ആസ്റ്റർ വെൻ. ഇനി ഡു യു ഈറ്റ് എന്നുള്ളത് എന്താണ്? സിമ്പിൾ പ്രസൻ്റ് ആണല്ലേ. അപ്പോൾ അത് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്ത് പറയും? വെൻ ഷീ എയ്റ്റ്. ഓക്കെ, അയ്യോ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണ്ട. ഐ ആസ്ക്ഡ് ഹർ വെൻ ഷീ എയ്റ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് രാഹുൽ സെഡ് ടു മീ ഹാവ് യു റെഡ് ദ വർക്ക്. അത് നമ്മൾ എന്താക്കും? രാഹുൽ ആസ്ക്ഡ് മീ ഇഫ്. ഓക്കെ, ഇഫ് അല്ലെങ്കിൽ വെദർ ഇടാം. ഇഫ് ഐ ഹാവ് റെഡ് ദ വർക്ക് അല്ലേ. അപ്പോൾ ഹാവ് യു റെഡ് ദ വർക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഹാവ് യു റെഡ് ദ വർക്ക് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? നമ്മുടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യും? പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റും. ആസ്ക്ഡ് മീ ഇഫ് ഐ ഹാഡ് റെഡ് ദ വർക്ക് എന്നാക്കും. എന്താക്കും? ഇഫ് ഐ ഹാഡ് റെഡ് ദ വർക്ക് എന്നാക്കും. ഓക്കെ, അപ്പോൾ ദാ രാഹുൽ ആസ്ക്ഡ് മീ ഇഫ് ഐ ഹാഡ് റെഡ് ദ വർക്ക്. ഇനി നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. മിസ്റ്റർ ജോൺ, കുഡ് ഐ ഗോ ആൻഡ് ടോക്ക് ടു ഹിം ടുമോറോ? മിസ്സസ് ജോൺ പറയാണ് നോ യു ഷുഡ് ടോക്ക് ടു ഹിം ടുഡേ ഇറ്റ്സെൽഫ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കും? വാട്ട് ഡിഡ് മിസ്റ്റർ ജോൺ ആസ്ക് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയും മിസ്റ്റർ ജോൺ ആസ്ക്ഡ്. ഓക്കെ, കുഡ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഇഫ് ഹീ കുഡ് ആയതുകൊണ്ട് നമ്മളത് അതേപോലെ വെക്കും അല്ലേ. ഇഫ് ഹീ കുഡ് ഗോ ആൻഡ് ടോക്ക് ടു ഹിം. ഇനി ടുമോറോ നമ്മൾ എന്താ പഠിച്ചത്? ടുമോറോ എന്താവുന്നാ പറഞ്ഞത്? ഇതാ നമ്മളിവിടെ ഒരു ടുമോറോ എന്താ നെക്സ്റ്റ് ഡേ ആവും അല്ലേ. അപ്പോൾ ഇഫ് ഹീ കുഡ് ഗോ ആൻഡ് ടോക്ക് ടു ഹിം ദ നെക്സ്റ്റ് ഡേ എന്ന് ചോദിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? വാട്ട് വാസ് മിസ്സസ് ജോൺസ് റിപ്ലൈ? മിസ്സസ് ജോൺ റിപ്ലൈഡ് എന്താ? നോ അല്ലേ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറയും മിസ്സസ് ജോൺ റിപ്ലൈഡ് നെഗറ്റീവ്ലി അല്ലേ. ഷി റിപ്ലൈഡ് നെഗറ്റീവ്ലി ആൻഡ് സെഡ് ദാറ്റ് ഹീ ഷുഡ് ടോക്ക് ടു ഹിം ടുഡേ ഇറ്റ്സെൽഫ്. അപ്പോൾ ആ ഷുഡും കുഡും വന്നുകൊണ്ട് എന്തായി അവിടെ? നമ്മൾ ഫസ്റ്റ് ഫോമിൽ തന്നെ പോവാണല്ലേ. ഹീ ഷുഡ് ടോക്ക് ടു ഹിം ടുഡേ ഇറ്റ്സെൽഫ് എന്നുള്ളത് മാറ്റിയിട്ട് ദാറ്റ് ഡേ ഇറ്റ്സെൽഫ്. അതാ നിങ്ങളിവിടെ നോക്കുക. മിസ്റ്റർ ജോൺ ആസ്ക്ഡ് മിസ്സസ് ജോൺ ഇഫ് ഹീ കുഡ് ഗോ ആൻഡ് ടോക്ക് ടു ഹിം ദ ഫോളോയിങ് ഡേ. മിസ്സസ് ജോൺ റിപ്ലൈഡ്
negatively and told him that he should talk to him that day itself. Okay, ഇനി അടുത്ത question. Maria, could I listen to your tribal music? അപ്പോൾ Maria asked Chimamanda, എന്താണ് ask ചെയ്തത്? She asked Chimamanda. അപ്പോൾ asked നമ്മൾ പറഞ്ഞു if she could listen to your എന്താവും her tribal song എന്നാവും. അതേസമയം ചിമമൻഡയുടെ റിപ്ലൈ എന്തായിരിക്കും? ഷീ റിപ്ലൈഡ് നെഗറ്റീവ്ലി ആൻഡ് സെഡ് ദാറ്റ് ഷീ നോർമലി അപ്പോൾ ഷീ റിപ്ലൈഡ് ദാറ്റ് ഷീ നോർമലി ലിസൺ ടു എന്നുള്ള എന്താവും? ഷീ നോർമലി ലിസൺഡ് ടു ഇംഗ്ലീഷ് പോപ്പ് സോങ്സ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. സർജൻ, ഹൗ മച്ച് മണി ഡിഡ് യു സ്റ്റീൽ? യങ് ലാഡ്, I took 7 pounds and 10 shillings. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളത്? നമുക്ക് MCQ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ നോക്കാം. The sergeant asked the young lad. എന്താണ് യങ് ലാഡിനോട് ചോദിച്ചത്? ഹൗ മച്ച് മണി ഡിഡ് യു സ്റ്റീൽ അല്ലേ? അപ്പോൾ ഈ ഹൗ മച്ച് മണി ഡിഡ് യു സ്റ്റീൽ വരുമ്പോൾ എന്തായി? സിമ്പിൾ പാസ്റ്റ് ആയി. സിമ്പിൾ പാസ്റ്റ് എന്താവും? സിമ്പിൾ പാസ്റ്റിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഫോം എന്തായിരിക്കും? സ്റ്റീൽ എന്താവും? ഹാഡ് സ്റ്റോളൻ ആവും. ഓക്കെ, ഇനി ഇതിൽ എത്ര ഹാഡ് സ്റ്റോളൻ ഉണ്ട്? ഇവിടെ ഒരു ഹൗ മച്ച് മണി ഹാഡ് ഹി സ്റ്റോളൻ, ഹൗ മച്ച് മണി ഹി ഹാഡ് സ്റ്റോളൻ ഉണ്ട് അല്ലേ? അപ്പോൾ ദ സർജൻറ്റ് ആസ്ക്ഡ് ദ യങ് ലാഡ് ഹൗ മച്ച് മണി ഹി ഹാഡ് സ്റ്റോളൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അതാ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ദ യങ് ലാഡ് റിപ്ലൈഡ് ദാറ്റ്. യങ് ലാഡ് എന്ത് റിപ്ലൈ ആണ് കൊടുത്തത്? യെസ്, നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. He took 7 pounds and 10 shilling. I took 7 pounds and 10 shilling. He has taken 7 pounds and 10 shilling. He had taken 7 pounds and he has taken had taken ഉണ്ട്. ഓക്കെ, അപ്പോൾ I took 7 pounds എന്ന് പറയുമ്പോൾ എഗെയിൻ സിമ്പിൾ പാസ്റ്റിലാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും എന്ന് നിങ്ങൾ നന്നായിട്ടൊന്ന് ആലോചിക്കുക, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതിൻ്റെ ശേഷം നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ കോമെൻറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്, എന്തായാലും എക്സാമിന് വരും. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ ലിസണിങ് ടു മീ. താങ്ക്സ് എ ലോട്ട്.